നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ഈ വർഷം വന്ന എല്ലാ സ്രാവുകളുടെ വീഡിയോസും നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇത്രയും വലിയ സ്രാവുകളെ ഈ ചെറിയ ബോട്ടുകളിൽ എങ്ങനെയാണ് ഇവർ കയറ്റുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നതെന്നൊക്കെ ഒരുപാട് സംശയം നമ്മുടെ കൂട്ടുകാരൊക്കെ കമൻറ്റ് വഴി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശരിയായ വിശദീകരണം നമ്മുടെ ക്രിസ്റ്റഫറേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത് ക്രിസ്റ്റഫറേട്ടൻ്റെ വള്ളത്തിൽ വന്ന ഭീമൻ സ്രാവാണ്. ഏകദേശം 400 kg ഒക്കെ വെയിറ്റ് വരുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്രാവിനെ ഇയാൾ പിടിച്ച ഒരു അനുഭവം എന്താണെന്ന് നമ്മുടെ ക്രിസ്റ്റഫറേട്ടനോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് സാധാരണ ഒരു വലിയ മീനിനെയൊക്കെ പിടിക്കുന്ന രീതിക്ക് ഈ സ്രാവിനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. കാരണം സ്രാവിൻ്റെ പല്ല് എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സാധനമുണ്ട് കേട്ടോ. ഈ സ്രാവിനെ പിടിക്കാനായിട്ട് കമ്പിയും ചൂണ്ടയുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്രാവിനെ പിടിച്ച ആളോട് തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ, ഇതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന്. ക്രിസ്റ്റഫറേട്ടാ, ഈ സ്രാവ് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് കിട്ടിയത് അതൊന്ന് പറയാൻ പറ്റുമോ? ഒരു മട്ടിടുമ്പോൾ മട്ടിൽ മീൻ എടുത്തിട്ട് അതിനുവേണ്ടി എന്താന്ന് വെക്കുന്നത്? കമ്പിയും ചൂണ്ടയാണോ? കമ്പിയും ചൂണ്ടയാണ് വെക്കുന്നത് അല്ലേ? ഇതിലുണ്ട് കമ്പിയും ചൂണ്ട, കാണിച്ചു തരാമേ. ക്രിസ്റ്റഫറേട്ടൻ കാണിച്ചു തരും കേട്ടോ. ഇതുപോലെ കമ്പിയും ചൂണ്ട ഉപയോഗിച്ചാണ് സ്രാവിനെ പിടിക്കുന്നത് അല്ലേ? സാധനം ഇതാണ്, സ്രാവ് പിടിക്കുന്ന സാധനം. ചൂണ്ട ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് സാധനം കേട്ടോ, സ്രാവിനെ പിടിക്കുന്ന സാധനം ഇതാണല്ലേ, കമ്പിയും ചൂണ്ടയും കേട്ടോ. അപ്പൊ ഇതിൽ സ്രാവ് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ല അല്ലേ? ഇല്ല. പിന്നെ ക്രിസ്റ്റഫറേട്ടാ, ഈ സ്രാവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്രാവിനെ ഈ വള്ളത്തിൽ കയറ്റുന്ന ഒരു രീതി നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കയറ്റുന്നത്? വള്ളത്തിൽ സൈഡ് വഴി തന്നെ കയറ്റാൻ പറ്റും. വള്ളം കമരെ ഒന്നും ശരീരത്തിൽ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ. ഇനി നമ്മുടെ കൂട്ടുകാർ കാണാൻ പോകുന്നത് ഒരു പുതിയ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് കിട്ടിയ ഈ വലിയ ഭീമൻ സ്രാവിൻ്റെ ലേലം വിളി കഴിഞ്ഞാൽ വള്ളക്കാർ മാക്സിമം ഇതിൻ്റെ വായിലിരിക്കുന്ന ചൂണ്ടയെ അതൊന്ന് അഴിച്ചു മാറ്റാനേ നോക്കത്തുള്ളൂ. കാരണം നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഒരാൾ ആ കമ്പിയുടെ ഇടയിൽ കൂടെ റോപ്പ് ഇട്ടിട്ട് ആ ചൂണ്ടയുടെ ഇടയിലായിട്ട് കൊണ്ടുവന്നിട്ട് വലിക്കും കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ ആ സ്രാവിൻ്റെ വായിൽ ഹുക്കായ ചൂണ്ട വളരെ സിമ്പിളായിട്ട് ഊരിപ്പോകുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടു നോക്കുക. എല്ലാ വള്ളക്കാരുടെ കയ്യിലും ഇതുപോലെ 1-2 കമ്പിയും ചൂണ്ടയും കാണും. സ്രാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചൂണ്ടയിൽ വലിയൊരു മീനെ ഹുക്ക് ചെയ്ത് വെള്ളത്തിനടിയിലായിട്ട് താഴ്ത്തിയിട്ടിരിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ഊരി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാത്ത കൂട്ടുകാർക്ക് പുതിയൊരു അനുഭവം തന്നെയാണ്. സെബാസ്റ്റ്യ, ചൂണ്ട ഒന്നും ഉണ്ടോ? സ്രാവിനെ പിടിച്ച ചൂണ്ട ഒന്ന് കാണിച്ചു കൊടുത്ത്. ഉണ്ടോ? സ്രാവിനെ പിടിച്ച ചൂണ്ട ഇതാണ്. ഉണ്ടോ? കമ്പിയും ചൂണ്ടയല്ലേ? കമ്പിയും ചൂണ്ടയാണ്. ഓക്കെ എന്നാൽ ഇതുപോലെ വലിയ ചൂണ്ടകളും കമ്പിയും ഉപയോഗിച്ചിട്ടാണ് സ്രാവുകളെ പിടിക്കുന്നത്. ഈ ചൂണ്ടയുടെ സൈസ് വന്നിട്ട് 1-ാം നമ്പറാണ്. അതുപോലെ കമ്പിയുടെ സൈസ് നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണ നമുക്ക് കങ്കൂസ് എന്നറിയപ്പെടുന്ന റോളോ ചെറിയ ചൂണ്ടകളോ ഉപയോഗിച്ചിട്ടൊന്നും സ്രാവിനെ പിടിക്കാൻ പറ്റത്തില്ല. മട്ടിൽ കിടക്കുന്ന മീനിനെ സ്രാവ് കടിച്ചെന്ന് മനസ്സിലാകുമ്പോൾ വള്ളം ചെറുതായിട്ട് ഓടും. ഓടിയതിന് ശേഷം മാത്രമാണ് സ്രാവ് ഈ ചൂണ്ടയിൽ ഹുക്കാകുന്നത്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് ഒരുപാട് ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റി. ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ.